ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം നമുക്ക് ഒരു പ്രാവശ്യം കൂടി നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവസരം ലഭിച്ചതിന് നമുക്ക് നന്ദി പറയാം. എത്രയോ പേരാണ് ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി ഓരോ ദിവസവും മാറ്റപ്പെട്ടു പോകുന്നത്. നമ്മളെ ഓരോരുത്തരെയും ഇത്രത്തോളം കർത്താവ് അനുഗ്രഹത്തോടെ വഴി നടത്തുന്നതിന് നമുക്ക് പിന്നെ നന്ദി പറയാം. ഇത് നമ്മുടെ ആരുടെയെങ്കിലും കഴിവും എടുക്കുമൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിന് ഒരു മനുഷ്യനോട് പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും എന്നാണ് തിരുവചനം പറയുന്നത്. ദൈവത്തിന് തൻ്റെ മക്കളെ വളരെ ഇഷ്ടമാണ്. അത് നമുക്ക് 91 സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് 91 സങ്കീർത്തനം എല്ലാ ക്രിസ്ത്യാനികളും വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ 91 സങ്കീർത്തനം ദൈവമക്കൾക്ക് പ്രത്യേകമായ ഒരു ദൈവിക സംരക്ഷണം നൽകുന്ന സങ്കീർത്തനമാണെന്ന് അത് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ വസിക്കുന്ന ഒരാൾക്ക് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടി വരികയില്ല എന്ന് ആ സങ്കീർത്തനം നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഭയം കൂടാതെ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ആ സങ്കീർത്തനത്തിൻ്റെ ചില വാക്യങ്ങൾ ഇങ്ങനെയാണ്. അതിൻ്റെ 14-ാമത്തെ വാക്യം നാം വായിക്കുന്നത്, ദൈവം പറയുന്നത്, അവൻ, അതായത് ഭക്തൻ, എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവം പറയുന്നത് അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ, മനുഷ്യൻ, എൻ്റെ മകൻ, എൻ്റെ മകൾ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവരെ വിടുവിക്കും. വിടുവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഒരു ആവശ്യ സമയത്ത് നമുക്ക് സഹായത്തിനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങൾ ഓടിയെത്തും എന്നുള്ള ഒരു ഉറപ്പാണ്. വിടുവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കുക എന്നാണ്. ഒരു സന്നിഗ്ധമായ ഘട്ടത്തിൽ, ഒരു ആപത്ത് ഘട്ടത്തിൽ നമുക്കൊരു സഹായത്തിന് ഒരു കൈ നീണ്ടു വന്നാൽ നമുക്കെന്ത് സന്തോഷമായിരിക്കും. അങ്ങനെയെങ്കിൽ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രത്യാശയ്ക്ക് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കാം. സ്തോത്രം. എന്നോട് പറ്റിയിരിക്കിയാൽ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന, ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കുന്ന, ദൈവത്തെ മാത്രം ആശ്രയമായി കാണുന്ന ഏതൊരാൾക്കും ഒരു വിടുതൽ നിശ്ചയമായും ദൈവസന്നിധിയിൽ നിന്ന് കടന്നു വരും എന്നൊരു ഉറപ്പ് നമുക്ക് അവിടെ ലഭിക്കുന്നു. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ നാമത്തെ തൻ്റെ മക്കൾ അറിയുകയാൽ ദൈവം അവരെ ഉയർത്തുമെന്നാണ്. സ്തോത്രം. ദൈവത്തെ അറിയുന്നത് കൊണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലും നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. പാർട്ടികൾ വിജയിക്കാൻ സാധ്യതയുള്ള വ്യക്തികളെ കണ്ടുപിടിച്ച് സ്ഥാനാർത്ഥികളാക്കുന്നു. അപ്പോൾ തന്നെ മുൻകൂട്ടി എനിക്ക് മത്സരിക്കണം, അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാകും, ഞാൻ MLA ആകും, മന്ത്രിയാകും
എന്നൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന ധാരാളം പേരുമുണ്ട്. സ്ഥാനാർത്ഥി പട്ടികകൾ അനൗൺസ് ചെയ്യുമ്പോഴാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത്. ചിലർക്ക് അവിചാരിതമായി MLA ആകാൻ അവസരം ലഭിക്കുന്നു. ചിലർക്ക് മോഹഭംഗം ഉണ്ടാവുന്നു. കാരണം അവർ കണക്കൂട്ടിയിരുന്നതാണ് ഞാൻ MLA ആകും, അല്ലെങ്കിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കും. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ അവർ തടയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മോഹഭംഗം അത് വളരെ വലുതാണ്. കാരണം 140 നിയമസഭാ സീറ്റുകളെ കേരളത്തിലുള്ളൂ. അതിൽ ആളുകളെ മത്സരിപ്പിക്കുന്നതിന് പരിധിയുണ്ട്. ഒരു പാർട്ടിക്ക് 140 പേരെ മാത്രമേ മത്സരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നവർ ആയിരക്കണക്കിനുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ പലരെയും പിണക്കി പട്ടിക തീരുമാനിക്കുന്നു. സ്തോത്രം. ഇവിടെ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ ഒരു പരിധിയൊന്നുമില്ല. ആരെല്ലാം ഈ ദൈവത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹിച്ചാലും, ആരെല്ലാം ഈ ദൈവത്തെ സ്നേഹിച്ചാലും, ആരെല്ലാം ഈ ദൈവത്തിൽ ആശ്രയിച്ചാലും അവരെല്ലാം ഉയർത്താമെന്ന് സർവശക്തനായ ദൈവം നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അടുത്ത വാക്യം പറയുന്നത്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, അവനെ ഞാൻ വിടുവിച്ച് മഹത്വപ്പെടുത്തും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്ന ഒരു ദൈവം, അതും കഷ്ടകാല സമയത്തൊന്ന് ഓർക്കണം. ഏറ്റവും അടുത്തിരിക്കുന്നവർ പോലും നമുക്കൊരു ജീവിതത്തിൽ കഷ്ടകാലം വന്നുവെന്ന് ബോധ്യപ്പെടുമ്പോൾ അകന്നു പോകും. അവരുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരിക്കും, വിളിച്ചാൽ കേൾക്കുകയില്ല, നമ്മുടെ സമീപത്തോടുകൂടി വരിക പോലുമില്ല. എന്നാൽ ഇവിടെ ദൈവം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ, അവനെ ഞാൻ കൈവിടുകയില്ല. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരുന്ന് അവനെ വിടുവിക്കും. സ്തോത്രം. ഇതിൽ പരം ഒരു ഉറപ്പ് എന്ത് വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇങ്ങനെ ഒരു ഉറപ്പ് ലോകത്തിൽ ആർക്ക് തരാൻ കഴിയും? സ്തോത്രം. ഇതാ, വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരം തരാമെന്ന് പറയുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്. നാം വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മെ സഹായിക്കാൻ ദൈവവും തയ്യാറാണ്. സ്തോത്രം. അതുമാത്രമല്ല, ദീർഘായുസ്സ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദൈവത്തെ സ്നേഹിച്ചാൽ എല്ലാം ലഭിക്കുന്നതോടൊപ്പം ദീർഘായുസ്സും നൽകി ദൈവം മാനിക്കും. ദൈവത്തിൻ്റെ രക്ഷയെ തൻ്റെ മക്കൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് സങ്കീർത്തനക്കാരൻ ഉറപ്പ് പറയുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതിൽ പരം സ്നേഹമുള്ള ഒരു ദൈവം ഈ ലോകത്തിലില്ല. ആശ്രയിക്കാൻ കൊള്ളാവുന്ന വേറൊരു ദൈവം ഈ ലോകത്തില്ല. വിളിച്ചാൽ വിളി കേൾക്കുന്നവൻ, ഓടി അടുത്ത് വരുന്നവൻ, ഭയപ്പെടേണ്ട കുഞ്ഞെ, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് ഹല്ലേലൂയ ലഭിച്ചതോടത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ അതെല്ലാം മാറ്റി നമ്മളെ അനുഗ്രഹിക്കുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ ദൈവവചനം എല്ലാ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, നല്ല ദിവസത്തിനായിട്ട് അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. വളരെയധികം പ്രശ്നങ്ങളാൽ മുഖരിതമായിരിക്കുന്ന ഈ ലോകത്ത്, ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, ആരും സുരക്ഷിതരല്ലാതിരിക്കുന്ന ഈ ഹല്ലേലൂയ ലോകത്ത് അങ്ങയുടെ വലിയ സുരക്ഷിതം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കാമെന്ന്, ഞങ്ങളെ കരം പിടിച്ച് നടത്താമെന്ന് അങ്ങ് നൽകിയ ഉറപ്പിനായിട്ട് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കാമെന്നും ഞങ്ങളെ വിടുവിക്കാമെന്നും ഞങ്ങൾക്ക് ദീർഘായുസ്സ് നൽകാമെന്നും കഷ്ടകാലത്ത് ഞങ്ങളുടെ കൂടെ ഇരിക്കാമെന്നും അങ്ങ് പറഞ്ഞിട്ടുള്ള വാക്കുകൾക്കായിട്ട് നന്ദി കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളെ കാണാതെ ആമേൻ അകന്നു പോകുമ്പോൾ
അങ്ങയുടെ ആ വലിയ സ്നേഹം ഞങ്ങളെ തേടി വരുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, നന്ദി പറയുന്നു. കർത്താവെ, പല വിധത്തിലുള്ള ഭാരങ്ങളാൽ കർത്താവെ അല്ലിയ ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്കൊരു വിടുതൽ നൽകണമേ. അങ്ങയുടെ രക്ഷയെ അവർക്ക് കാണിച്ചു കൊടുക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. ആശ്രയിച്ചാൽ, വിശ്വസിച്ചാൽ വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അവിടുന്ന് കർത്താവെ വെളിപ്പെടുത്തി കൊടുക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, ദൈവമേ, ഹല്ലേലൂയ, കണ്ണുനീരോട് നിലവിളിക്കുന്നവരെ സഹായിക്കണമേ. ആവശ്യഭാരത്തിലിരിക്കുന്നവരെ കർത്താവ് വിടുവിക്കണമേ. രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ കർത്താവെ അവിടുന്ന് സൗഖ്യമാക്കണമേ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അവിടുന്ന് കർത്താവ് മക്കളെ നൽകി മാനിക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് കർത്താവ് വേഗത്തിൽ ജോലി നൽകി സഹായിക്കണമേ. സാമ്പത്തികമായിട്ട് കടഭാരത്തിൽ ഞെരുക്കത്തിൽ കഴിയുന്നവരെ കർത്താവ് വിടുവിക്കണമേ. സമാധാനമില്ലാത്തവർക്ക് അവിടുന്ന് കർത്താവ് സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഭവനങ്ങളിൽ അവർ പലവിധമായ പ്രതിസന്ധികളിലായിരിക്കുന്നവരെ അവിടുന്ന് കർത്താവെ ആശ്വസിപ്പിക്കണമേ. ദൈവമേ, ഹല്ലേലൂയ, അങ്ങേക്ക് സകലവും സാധ്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങ് പറഞ്ഞ വാക്കിന് പ്രകാരം ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങളെ എത്രത്തോളം സഹായിച്ചനായ സ്തോത്രം. അങ്ങ് കർത്താവ് പ്രാർത്ഥനനായ സ്തോത്രം, മഹത്വപ്പെടുത്തനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ ഒപ്പമുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും. നിശ്ചയമായും വിടുതൽ ജീവിതത്തിൽ അനുഭവിക്കാൻ കർത്താവ് സഹായിക്കും. ഈ ആമേൻ ലഘു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.